ഗൈസ്, ഇപ്പൊ നമ്മള് പോകുന്ന ഐക്യയിലോട്ടാണ് കേട്ടോ. കുറെ നാൾക്ക് ശേഷമാണ് നമ്മൾ ഐക്യയിലോട്ട് പോണത്. ഏതാണ്ട് ഒരു 4 വർഷത്തിന് ശേഷമാണ് നമ്മൾ പോണത് അല്ലേ ഐക്യയിലോട്ട്. അപ്പോൾ നമ്മൾ ഇത്രയും വർഷം ചെന്നൈയിൽ താമസിച്ചിട്ടും നമുക്കവിടെ ഐക്യ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു വിസിറ്റ് വളരെ സ്പെഷ്യലാണ്. കാരണം ഐക്യ എന്ന് പറയുന്നത് ഇന്ത്യയിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഹൈദരാബാദിലും മുംബൈയിലും പൂനെയിലും ബംഗളൂരും മാത്രമുള്ള ഒരു സ്വീഡിഷ് ഫർണിച്ചർ ഷോപ്പാണ് കേട്ടോ ഈ ഐക്യ ഫർണിച്ചറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ മോഡേൺ ആയിട്ടുള്ള മിനിമലിസ്റ്റിക് ആയിട്ടുള്ള നമുക്ക് തന്നെ അസംബിൾ ചെയ്യാൻ പറ്റുന്ന ഫർണിച്ചേഴ്സാണ്. അതും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഫർണിച്ചറും അതിൻ്റെ ക്വാളിറ്റിയും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ആരെങ്കിലും ഐക്യയിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ ഫർണിച്ചർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മള് ഒരിക്കലും വിചാരിച്ചില്ല നമ്മുടെ സ്വന്തം നമുക്കന്ന് കാറൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് മുതൽ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ലിവിങ് റൂമിനൊക്കെ വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫർണിച്ചർ വാങ്ങിക്കാൻ മാത്രമല്ല അതെങ്ങനെ നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു ഐഡിയ നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും. അപ്പോൾ ഞങ്ങളിന്നിവിടെ വന്നത് ഡൈനിങ് ടേബിൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ നിന്ന് ഡൈനിങ് ടേബിളൊക്കെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് തപ്പി നോക്കിയാൽ നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിൾ കണ്ടെത്താൻ പറ്റും. എന്തായാലും ഞങ്ങൾ ഡൈനിങ് ടേബിൾ കണ്ടുപിടിച്ചു. ഞങ്ങളെല്ലാവരും അതിനകത്ത് ഇരുന്ന് നോക്കി ഞങ്ങളെല്ലാം ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷമാണ് ഞങ്ങൾ ആ ഒരു ഡൈനിങ് ടേബിൾ പർച്ചേസ് ചെയ്തത്. ഇനി ഈ ഡൈനിങ് ടേബിൾ വാങ്ങിക്കുന്നതിനൊപ്പം തന്നെ ഇതിൻ്റെ മുകളിൽ വയ്ക്കുന്ന എല്ലാ ആക്സസറീസും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തൊക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യണം, എന്തൊക്കെ ഇതിന് ഭംഗി കൊടുക്കും, നമ്മുടെ ഒരു ഇഷ്ടത്തിന് അനുസരിച്ച് ഇത് ഡിസൈൻ ചെയ്യാനുള്ള ഒരു ഐഡിയാസ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഫർണിച്ചറൊക്കെ ഇവിടെ വെച്ച് തന്നെ നമ്മൾ കണ്ട് ഫൈനലൈസ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് കിട്ടുന്നത് വേറൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം ആ ഒരു ഡെലിവറിയും അത് എവിടെ നിന്ന് കിട്ടും എന്നുള്ള കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ. ലിവിംഗ് റൂം ഫർണിച്ചർ കഴിഞ്ഞ് പിന്നെ നേരെ പോകുന്നത് കിച്ചൺ സൈഡിലോട്ടാണ്. കിച്ചൺ കഴിഞ്ഞിട്ട് ബാത്റൂം സെക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫർണിച്ചറും കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ടൊരു വാർഡ്രോബ് സ്റ്റോറേജ് സെക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് പല വെറൈറ്റിയിലുള്ള അതും ടോപ്പ് ക്വാളിറ്റിയിലുള്ള ഇതുപോലത്തെ സ്റ്റോറേജ് ബോട്ടിൽസൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരുപാട് ടോയ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, സോഫ്റ്റ് ടോയ്സ്. അപ്പോൾ ഇവിടത്തേക്കെന്ന് പറയുമ്പോൾ ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ടോയ്സാണ് കേട്ടോ. ഈ ഒരു പാൻറ്റൊക്കെ ഞങ്ങൾ ഇതിന് മുമ്പേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴും ഇതുപോലെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ, നല്ല ഡ്യൂറബിളാണ്. ഐക്യയിലെ ഫുഡ് സെക്ഷനും വളരെ ഫേമസ് ആണ് കേട്ടോ. എസ്പെഷ്യലി ഇവിടുത്തെ മീറ്റ് ബോൾസും കറക്റ്റ് ഒരു സ്വീഡിഷ് ഡിഷാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പുതിയ എന്തെങ്കിലും വെറൈറ്റി ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് ട്രൈ ചെയ്യാം.
പിന്നെ ഇവിടുത്തെ ഫുഡൊക്കെ നല്ല ടോപ്പ് ക്വാളിറ്റി ഫുഡാണ് കേട്ടോ. ബുഫേ സിസ്റ്റമാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പം നമ്മൾ തന്നെ ഒരു ട്രേ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ ഇവിടുന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റും. പക്ഷേ എല്ലാം കൂടെ ഒന്ന് സെലക്റ്റീവായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് അഫോർഡബിൾ റേറ്റിൽ തന്നെ അവിടുത്തെ ഭക്ഷണം ആസ്വദിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് നമ്മൾ വാരിക്കോരി വാങ്ങിക്കുകയാണെങ്കിൽ നല്ലൊരു ബില്ലടിച്ച് വരും. ഇതുപോലെ നമ്മൾ കുറച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള ഫുഡ് മാത്രം സെലക്റ്റീവായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇതല്ല നമ്മൾ വാങ്ങിച്ചേ. പമ്പ് 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 ഇവിടെ കഴുത്തിലിട്ട് തരാം ആദ്യ മലമ്പാമ്പിനെ വെച്ചിട്ടേക്കണേ. Who is this? Papa, Daddy. Dia. This is Dia. ഇത് മറ്റേതാരാണ്? ശ്രീരഞ്ജിനി കൃഷ്. നല്ല രസം. മേളിലെ കളിയന്മാരെ കയറ്റിരുത്തിക്കുക. ഇവിടെ കാണുന്ന എല്ലാ സാധനങ്ങളും എനിക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷേ എനിക്കറിയാം ഇതിപ്പോൾ 2 ദിവസം ഉപയോഗിച്ചിട്ട് പിന്നെ ഞാൻ ഇത് ഉപയോഗിക്കാറില്ല. സോ അൺവാണ്ടഡ്ലി ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ച് വെക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഈ ഐസ്ക്രീം സ്കൂപ്പർ ഞാൻ ഒരെണ്ണം എടുത്തു കേട്ടോ. കാരണം ഇത് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല കാശാവും. അപ്പോൾ ഇത് ഭയങ്കര അഫോർഡബിൾ റേറ്റാണ്. 129 rupees എന്തോ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പ്ലേറ്റ്സിൻ്റെ സെക്ഷനിലും ഒരുപാട് വെറൈറ്റി ഓഫ് പ്ലേറ്റ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. അതും ഒരുപാട് ടൈപ്പ് ഓഫ് പ്ലേറ്റ്സ് ഇവിടെ ഉണ്ട്. ബട്ട് അതൊന്നും അത്ര അഫോർഡബിളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ഇതിനും അഫോർഡബിളായിട്ടുള്ള റേറ്റിൽ ഞങ്ങൾ ഇതിനു മുമ്പ് പ്ലേറ്റ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിവിടെ ഞങ്ങൾ കണ്ടില്ല. സോ ഞങ്ങൾ ഓവൻ സേഫ് ആയിട്ടുള്ള കുറച്ച് പ്ലേറ്റ്സാണ് ഇവിടുന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഇവിടുത്തെ പ്ലേറ്റ്സൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ പ്ലേറ്റ്സും ഓവൻ സേഫാണ് കേട്ടോ. കാരണം നമുക്ക് ഓവനിൽ വെക്കാനും പറ്റും. അതുകൊണ്ട് ചൂട് റെസിസ്റ്റൻ്റ് ആണ് ഇത്. അപ്പോൾ എന്തായാലും ഇവിടെ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു ബ്ലാക്ക് പ്ലേറ്റ്. എനിക്ക് ബ്ലാക്കിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലേറ്റ് ഞാൻ എടുത്തു. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. സോ ഈ ഒരെണ്ണം ഞാൻ എടുത്തു കേട്ടോ. ഇതിന് 149 rupees എന്താണെന്ന് തോന്നുന്നു റേറ്റ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതുപോലത്തെ ഓവൻ സേഫ് ആയിട്ടുള്ള പ്ലേറ്റ്സാണ് ഞങ്ങൾ എടുത്തത്. സോ ഇത് കണ്ട പ്ലാസ്റ്റിക്കോട് തോന്നും, പക്ഷേ അതല്ല കേട്ടോ മെറ്റീരിയൽ. അപ്പോൾ ഇത് ഓവൻ സേഫാണ്. അതിങ്ങനെ ഒരു 4 ഞങ്ങൾ എടുത്തു. അപ്പോൾ പെർ പീസ് ഇതിന് 49 rupees മാത്രമേ ഉള്ളൂ. അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ഓരോ ദിവസം വേണം കേട്ടോ ഈ ഐക്യം മൊത്തം ഒന്ന് ചുറ്റി കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞങ്ങൾ കവർ ചെയ്തു. അപ്പോൾ ഞാൻ ഈ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് ബാക്കിൽ വന്ന ആളെ ട്രേസ് ചെയ്യണം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ട് ആരെ ബാക്കിൽ വരുന്നതെന്ന്. അപ്പോൾ ഐക്യയിൽ നമുക്ക് ഹൈ റേഞ്ച് വരെയുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടും. പക്ഷേ നമ്മൾ സ്മാർട്ടായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞ റേറ്റിൽ നല്ല ടോപ്പ് ക്വാളിറ്റി സാധനങ്ങൾ ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും.
അങ്ങനെ നല്ല ലൈറ്റൊക്കെ ആസ്വദിച്ച് പിന്നെ നമ്മൾ ചെല്ലുന്നത് ഹോം ഓർഗനൈസേഷൻ സെക്ഷനിലോട്ടാണ്. ഇവിടെ ഒരുപാട് ഇങ്ങനെ ഓർഗനൈസേഴ്സ് നമുക്ക് കിട്ടും. എനിക്ക് ആദ്യമൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിന് മുമ്പ് ഹൈദരാബാദ് താമസിക്കുന്ന സമയത്തൊക്കെ എനിക്ക് കിച്ചൺ സെറ്റുകളോടും പാത്രങ്ങളോടുമാണ് ക്രേസെങ്കിൽ ഇപ്പോൾ എനിക്കിതുപോലത്തെ ഓർഗനൈസേഴ്സിനോടാണ് താല്പര്യം. ഈ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഓർഗനൈസേഴ്സിൽ വെക്കുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. ഈ ഒരു കൂടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബട്ട് മൈൻഡിലൊരു ചോദ്യം വന്നു, എന്തിനായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടത്? അപ്പം പിന്നെ ഞാനത് തിരിച്ചു വെച്ചു. കാരണം എനിക്കറിയില്ല ഞാനിത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനത് തിരിച്ചു വെച്ചു. പിന്നെ ഞാൻ ഇവിടുന്ന് വേറെ 2 ഓർഗനൈസേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കുട്ടികളുടെ ബുക്കൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ലേറ്റർ ഞാനത് എക്സ്ചേഞ്ച് ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. അങ്ങനെ ഓർഗനൈസേഴ്സിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ലിഡുള്ള ഈ ബ്ലൂയിഷ് ഓർഗനൈസേഴ്സ് കണ്ടത്. അപ്പോൾ പല സൈസിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിഡ്സിൻ്റെ ബുക്കൊക്കെ ഇതിനകത്ത് എടുത്ത് വെക്കുകയാണെങ്കിൽ അത് പൊടി പിടിക്കാതെ കവർ ചെയ്തിരിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇതിൽ നിന്ന് 2 ഞാൻ എടുത്തായിരുന്നു. അത് വളരെ ചീപ്പ് പ്രൈസ് അല്ലേ. സോ ഇത് നല്ലൊരു ഫെയർ ഡീലായിട്ട് എനിക്ക് തോന്നി. ബട്ട് ലേറ്റർ ഞാനത് എക്സ്ചേഞ്ച് ചെയ്തു കേട്ടോ. അങ്ങനെ ഹോം ഓർഗനൈസേഷൻ കഴിഞ്ഞ് പിന്നെ നമ്മൾ എത്തുന്നത് വാൾ ഡെക്കറേഷൻ ആൻഡ് മിറേഴ്സിലോട്ടാണ്. കാരണം ഞങ്ങൾക്ക് ഒരു ഫുൾ ലെങ്ത്ത് മിറർ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. കാരണം ഇതിന് മുമ്പ് താമസിക്കുന്ന വീട്ടിൽ ഫുൾ ലെങ്ത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ ഫുൾ ലെങ്ത്ത് കണ്ണാടിയില്ല. സോ ഒന്ന് ബൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ബട്ട് ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ വെച്ചു പിന്നെ വന്നിട്ട് ഇത് എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ തൽക്കാലം ഡൈനിങ് ടേബിളും കുറച്ച് സാധനങ്ങളും കൂടി എടുക്കാനുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ഡൈനിങ് ടേബിളും ചെയറും ഈ പറയുന്ന സെൽഫ് സർവീസ് ഫർണിച്ചർ ഏരിയയിൽ നിന്നാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു കൗണ്ടർ ഉണ്ട്. ആ കൗണ്ടറിൽ പോയിട്ട് നമ്മൾ നമ്മുടെ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന സാധനം ഇവിടുന്ന് എടുക്കാം. ഐക്കയിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റിലും ആ ഒരു പ്രോഡക്റ്റിൽ ഇത് എവിടെയാണ് കിട്ടുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ റാക്കിൽ പോയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് നമുക്ക് തന്നെ അവിടെ നിന്ന് എടുക്കാൻ സാധിക്കും. അങ്ങനെ പെർച്ചേസ് എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വരുന്ന സമയത്താണ് ഞങ്ങൾ ഈ ഒരു അടിപൊളി റാക്ക് കണ്ടുപിടിച്ചത്. സോ ഈ റാക്കിൻ്റെ വില ഭയങ്കര ചീപ്പാണ് കേട്ടോ, ഭയങ്കര അഫോർഡബിളാണ്. ഇത് നല്ലൊരു ഭംഗിയുള്ള ഒരു റാക്ക്. ഇതിനകത്ത് നമുക്ക് കുട്ടികളുടെ തിങ്സും ഇപ്പം ഈവൻ നമുക്ക് ഡ്രസ്സ് വേണമെങ്കിലും ഇവിടെ പാക്ക് ചെയ്ത് വെക്കാൻ പറ്റും, ഓർഗനൈസ് ചെയ്ത് നമുക്കിവിടെ വെക്കാൻ പറ്റും. ഇത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇത് വളരെ ഓഫർ പ്രൈസിലാണ് ഇത് തരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഓർഗനൈസർ ബ്ലൂ, ഇതെന്തായാലും ഞാൻ റീപ്ലേസ് ചെയ്തു. കാരണം ബട്ട് ആ റാക്കാണ് 100% സ്യൂട്ടബിളായിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റ്. സോ ഞങ്ങളത് റീപ്ലേസ് ചെയ്തിട്ട്
ആ റാക്ക് വാങ്ങിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ബില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനും അപൂർവമായിട്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള ലൈൻസിലാണ് ഇരുന്നത്. അപ്പോഴാണ് ഏതോ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, അവിടെ ഒരു സെക്ഷൻ ഉണ്ട്, അവിടെ പോയിട്ട് നമുക്ക് തന്നെ സ്കാൻ ചെയ്തിട്ട് ഇത് നമുക്ക് തന്നെ ബില്ലടിക്കാൻ പറ്റും. സോ അത് കുറച്ചും കൂടി ഈസി അല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഈ സൈഡിലോട്ട് വന്നു. അപ്പോൾ നമുക്ക് തന്നെ ഇവിടെ ബില്ലിങ്ങും ചെയ്യാൻ പറ്റും. ഇനി ഒന്നുമില്ല, നമ്മൾ നേരെ ലിഫ്റ്റിലോട്ട് പോവുക, നമ്മൾ കാർ പാർക്കിങ്ങിലോട്ട് പോവുക, കാറിനകത്തോട്ട് സാധനം വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് എഗെയിൻ ഞങ്ങൾ വിചാരിച്ചു ഇത്രയും സാധനം വെച്ചിട്ട് നമ്മൾ എഗെയിൻ നല്ല ടയർഡായിരുന്നു. സോ ഇത്രയും സാധനം വെച്ചിട്ട് നമുക്ക് എഗെയിൻ ഫുഡ് കഴിക്കാൻ പോകാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ കാറിനകത്ത് വെച്ചതിന് ശേഷം എഗെയിൻ ബിൽഡിങ്ങിനകത്തോട്ട് കയറുമായിരുന്നു. അങ്ങനെ പിള്ളേർക്കായിട്ട് കോൺ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങൾ 2 സമോസയും കഴിച്ചു. ഹാപ്പി. കുറച്ച് ടയർഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചപ്പോഴത്തേക്കും നല്ല എനർജി കിട്ടി. ഇനി ഫൈനലി ബില്ല് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും IK പ്രോഡക്ട്സും ഉപയോഗിച്ച് നോക്കണം കേട്ടോ. ടോപ്പ് ക്വാളിറ്റി സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് തന്നെ വീട്ടിൽ അസംബിൾ ചെയ്യാൻ പറ്റും. ഭയങ്കര ഈസിയാണ്. വൺസ് അത് അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ടെൻഷനും ഇല്ല. എത്ര വർഷം വേണമെങ്കിലും ഡ്യൂറബിളായിട്ട് തന്നെ അതിരുന്നോളും. എന്തായാലും ഞങ്ങൾക്ക് IK എന്ന് പറയുന്നത് ഒരു ഇമോഷനാണ് കേട്ടോ. ഞങ്ങൾ എന്തായാലും IK ഫർണിച്ചറിൻ്റെ ഫാൻസാണ് കേട്ടോ. ഞങ്ങൾ ഇനി വാങ്ങിക്കാൻ പോകുന്നതും IK ഫർണിച്ചർ തന്നെയായിരിക്കും. ഇനി ഒരുപാട് കാര്യങ്ങൾ റീപ്ലേസ് ചെയ്യാനുണ്ട്. ഞങ്ങളുടെ സോഫ പഴയതായി, ഇനി സോഫ വാങ്ങിക്കണം. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇനി ഇവിടുന്ന് തന്നെ എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഞാനത് വീഡിയോയിലെല്ലാം കാണിക്കും. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഹൈദരാബാദ് IK വിസിറ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അല്ല കേട്ടോ, ഇതിൽ കൂടുതലും കവർ ചെയ്യാനുണ്ട്. അടുത്തതാണ് ഞാൻ പോകുമ്പോഴത്തേക്കും എന്തായാലും മാക്സിമം എല്ലാം കവർ ചെയ്യാൻ നോക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരും. ഹൈദരാബാദിലെ കാഴ്ചകൾ ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് ബൈ ബൈ ഫ്രം ശ്രീ.